നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. ഇന്നലെ നാട്ടുകാർ പഞ്ഞിക്കിട്ട കൊട്ടേഷൻ സംഘങ്ങളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിൽ 8 മണിയോടടുത്താണ് 2 കാറിലെത്തിയ 5 കൊട്ടേഷൻ സംഘങ്ങളും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ദിവസങ്ങൾക്ക് മുന്നേ ചെട്ടിപ്പടി ആലുങ്ങൽ സ്വദേശി ഷുഹൈബ് എന്നയാൾ കിലോ കണക്കിന് സ്വർണം തട്ടിയത് അന്വേഷിച്ചെത്തിയ കൊച്ചിൻ വൈപ്പിൻ സ്വദേശികൾ നാട്ടുകാർക്ക് നേരെ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇന്നോവയിലെത്തിയ സംഘത്തെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ഇവർക്ക് നേരെ സംഘത്തിൽ ഒരാൾ തോക്ക് ചൂണ്ടുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ സംഘടിച്ചെത്തി ഇവരെ കൈകാര്യം ചെയ്തു. നാട്ടുകാരും സംഘാംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടെ 3 പേർ ഒരു കാറുമായി രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ ഇടയിൽ കുടുങ്ങിപ്പോയ വൈപ്പിൻ സ്വദേശിയായ തിരുനില്ലത്ത് സുധാകരൻ്റെ മകൻ ആകാശ്, കിഴക്കേ വളപ്പിൽ പ്രസാദിൻ്റെ മകൻ ഹിമാസാഗർ എന്നിവരെ പ്രദേശവാസികൾ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് പരപ്പനങ്ങാടി സിഐയുടെയും ASIയുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് ജീവൻ അപകടത്തിലാവാതെ ഇവരെ നാട്ടുകാരിൽ നിന്നും മോചിപ്പിച്ചു. തുടർന്ന് ഇവരെ പരിക്കുകളോടെ പോലീസ് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് കസ്റ്റഡിയിലുള്ളവരെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി തുടരന്വേഷണത്തിന് കസ്റ്റഡിയിൽ വാങ്ങും. പിടികൂടിയവർ എറണാകുളം വൈപ്പിൻ കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളാണെന്നും വിവിധ ക്രിമിനൽ കേസിലെ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.